എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ആറ്റുകാൽ പൊങ്കാലയായിരുന്നു. പൊങ്കാലയോടനുബന്ധിച്ചിട്ട് ഒരുപാട് പേര് ആറ്റുകാലിൽ പൊങ്കാല ഇടാൻ പോയിട്ടുള്ള സ്ത്രീകൾ ഒരുപാട് പേരുണ്ട്. കഴിഞ്ഞ എന്റെ വീഡിയോയിൽ പറഞ്ഞപ്പോൾ തന്നെ കുറെ പേരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് വീഡിയോസ് ഇവിടെ സൈഡിലൊന്ന് കൊടുക്കാം. ഇത് നമ്മുടെ നിവേദ്യ എന്ന് പറയുന്ന മറ്റേ റീൽസ് ഒക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ വീഡിയോ ആണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഓൺലൈൻ മീഡിയാസ് കാട്ടിക്കൂട്ടുന്ന കുറെ പരിപാടികളാണ്. അപ്പൊ അതിനെ പറ്റിയിട്ട് സംസാരിക്കാനുണ്ട്. അപ്പൊ ഞാൻ ഇതൊരു റീൽ കൊടുക്കുക. ഇവിടെ നിവേദ്യ നിൽക്കുകയാണ്. അപ്പൊ ഈ നിൽക്കുന്ന റീലില് മര്യാദയ്ക്ക് അവിടെ നിന്ന് പായസം എന്താ കുടിച്ചോണ്ടിരിക്കണം. ഐ മീൻ ചിലപ്പോൾ വെള്ളമായിരിക്കും, എന്തോ ഓട്ടവാ. ഇനി ഇത് അന്നാരാജന്റെ ഈ സാധനം ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, ഇവൾ എന്നാത്തിനാണ് അവിടെ വന്നതെന്നുള്ള രീതിയിലായിരുന്നു. ഇവൾ ഫാഷൻ പാരഡിനാണോ അതോ ഉൾക്കടിക്കാൻ വന്നതാണോ എന്നുള്ള രീതിയിലായി ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിനെ തുടർന്നുള്ള കാര്യങ്ങളും കുറേ കാര്യങ്ങൾ. പക്ഷെ ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നത്, ഇപ്പോ അന്നാരാജന്റെ ഡ്രസ്സിങ് മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാരി കുറച്ച് തന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് അറിയില്ല. ഇനി അവരുടെ ഉദ്ദേശം അങ്ങനെയാണോ എന്ന് എനിക്ക് അങ്ങനെ എടുത്തടിച്ച് പറയാൻ എനിക്ക് പറ്റുന്നില്ല. പക്ഷെ മീഡിയക്കാര് എടുത്തു വച്ചിട്ടുള്ള വീഡിയോയുടെ ഒരു ഫോക്കസിങ്ങും അതിന്റെ ഒരു രീതിയും വെച്ചിട്ടാണ് ആ വീഡിയോ അങ്ങനെ ആയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊങ്കാല ഇടുന്ന പൊങ്കാല ചട്ടിയെയോ ആ ഇതിനെ കാണിക്കുന്നില്ല, അടുപ്പിനെ ഒന്നും കാണിക്കുന്നില്ല. അവന്മാര് ആളിനെ നേരെ ഫോക്കസ് ചെയ്ത് അവിടെ എന്തെങ്കിലും വൾഗാരിറ്റി അല്ലെങ്കിൽ കുറച്ച് എക്സ്പോസിംഗ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ എടുക്കാമെന്നുള്ള രീതിയിൽ അതിലോട്ട് ഫോക്കസ് ചെയ്യുന്നത് പോലെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. ഇനി നിവേദ്യയുടെ വീഡിയോയിലോട്ട് പോവാം. നിവേദ്യയുടെ വീഡിയോയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഇന്ന് പായസം എങ്ങാണ്ട് കുടിച്ചോണ്ടിരിക്കുകയാണ്. അതിന് അവന്മാർ എടുക്കുകയാണ്. ഓക്കെ, ഇനിയുണ്ട്. ഇനിയിപ്പോ ഒരു തോർത്തിട്ടിരിക്കുകയാണ്. ഈ തോർത്ത് നിവേദ്യയുടെ അമ്മ തന്നെ എടുത്ത് മോളുടെ ദേഹം മറച്ചു കൊടുക്കുകയാണ്. കാരണം മോള് കുനിയാൻ പോവുകയാണ്, കുനിഞ്ഞിരുന്ന് പൊങ്കാല ഇടുകയാണ്. അപ്പോൾ സ്വന്തം അമ്മ തന്നെ അവിടെ നിന്നുകൊണ്ട് എടുത്ത് അവളുടെ ദേഹത്തോട്ട് മറച്ചിടുകയാണ്. അതിന്റെ റീസൺ എന്താ? യോമാര് ഫ്രണ്ടി വന്ന് വായ്പളം നിന്ന് ആവശ്യമില്ലാത്ത എന്തെങ്കിലും രീതിയിൽ എടുത്തിടുമെന്ന് ആ കൊച്ചിന്റെ അമ്മയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ആ കൊച്ചിന്റെ തോർത്തെടുത്ത് ആ കൊച്ചിന്റെ ദേഹം മറച്ചിടുന്നത്. ഇതിനി തോർത്ത് മറച്ചിട്ടിട്ടില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും ചിലപ്പോ അവിടെ ഇവിടെ പൊടിക്കുന്നെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഇത് കാണുന്ന ആൾക്കാരെന്താ പറയും, അവള് നേരെ ഡ്രസ്സ് ധരിച്ചിട്ടില്ല, അവള് നേരെ ഡ്രസ്സ് ഇടാതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് എന്നുള്ള രീതിയിൽ കമന്റ്സ് വരും. ആ ഒരു രീതിയിലോട്ട് കമന്റ് ബോക്സ് മാറും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. ഇവിടെ ലിച്ചിയുടെ കേസിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ലിച്ചി ഇവിടെ ഉൾക്കടിക്കാൻ വന്നതാണോ എന്നുള്ള ചോദ്യമുണ്ട്. പിന്നെ ലിച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൾക്കടിക്കാൻ വരുമ്പോൾ കുറച്ച് എക്സ്പോസിംഗ് ആയിട്ട് നാട്ടുകാരുടെ പ്രീതി പിടിച്ചു പറ്റാനും നോട്ടം പിടിച്ചു പറ്റാനും വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നത് പോലെയാണ് എപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ പൊങ്കാലയ്ക്ക് വന്ന് നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പം നാട്ടുകാർ പറഞ്ഞു വയ്ക്കുന്നത്. ലിച്ചിയുടെ കേസിൽ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ലിച്ചി പറയുന്ന പോലെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് നിന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പൂർണ്ണമായിട്ട് അങ്ങോട്ട് പറയുന്നില്ല. എങ്കിൽ എനിക്ക് എവിടെയോ അവള് മര്യാദയ്ക്ക് നിന്നു, പക്ഷെ ഇവന്മാർ എടുത്ത വീഡിയോയുടെ രീതി ആയിരിക്കാം മേ ബി എന്നുള്ളൊരു തോട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഈ നിവേദ്യയുടെ ഒരു വീഡിയോ കാണാം നമുക്ക്. പൊങ്കാല എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, ഫസ്റ്റ് ടൈം പൊങ്കാല ആദ്യമായിട്ടൊക്കെ ഇടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ലിച്ചി തന്നെയാണ് കണ്ട. ഇവന്മാരെല്ലാം ലിച്ചി അക്കൗണ്ടുകൾ എടുത്ത് നോക്കിയാൽ ഫുള്ള് ലിച്ചി മാത്രമേ ഉള്ളൂ ഇവന്മാരെ അക്കൗണ്ടിൽ. കണ്ട ഇവന്മാർ ഫോക്കസ് ചെയ്ത് പിടിക്കുന്ന രീതി കണ്ടോ? നിങ്ങൾ അതൊന്ന് നോക്ക്. അല്ലാണ്ട് പൂർണ്ണമായിട്ട് വന്നിട്ട് അവരെ മാത്രം ചീത്ത വിളിക്കുന്നതല്ല എനിക്ക് യോജിപ്പില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ അതിന്റെ കമന്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. നീ ആ അടുപ്പിലോട്ട് കയറിയിരി. അതാണ് നാട്ടുകാർ ഇവനെയൊക്കെ തന്നെയാണ് തെറി വിളിക്കുന്നത്. വീട്ടിൽ ചോറ് വെക്കാതെ കൊച്ചമ്മമാരൊക്കെ ഇന്ന് റോഡിൽ ഇരുന്ന് കഞ്ഞി വെക്കും, കാണിക്കാൻ ഒരാളും അത് സൂം ചെയ്ത് ജനങ്ങളിൽ എത്തിക്കുന്ന നീലക്കുയിലും എന്ന് പറഞ്ഞിട്ട് കമന്റുകൾ ആൾക്കാർ പറയുന്നുണ്ട്. സൂം ചെയ്ത് അവളെ അണ്ണാക്കിൽ കേട്ടി നിനക്കും ഒരു പെൺകൊച്ചല്ലടാ. അയ്യോ എന്റെ പൊന്നടാവേ, നീ ആ അമ്പലത്തിലോട്ട് പോ, എന്തൊക്കെ കാര്യങ്ങളുണ്ട് നാട്ടുകാരെ കാണിക്കാൻ. ഇതൊരുമാതിരി നീ അവിടെ നിന്ന് മാറിയില്ല എന്നാണല്ലോ കേട്ട നീ കുയില് പറ്റിയ പേരാണ് നീ മൊത്തം. കാരണം ഇവന്മാർ ഫോക്കസ് ചെയ്ത് പിടിക്കുന്ന രീതി നിങ്ങൾ കണ്ടോ? ഇവന്മാർ എവിടെയാ ഫോക്കസ് ചെയ്ത് പിടിക്കുന്നേ? എവിടെയാ? അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇവരെ മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നെ കുറച്ചുകൂടിയൊക്കെ ഡ്രസ്സിംഗ് ഒക്കെ ഒന്ന് മാന്യമായിട്ടൊക്കെ ഒന്ന് കവർ ചെയ്ത് വരണം. പ്രത്യേകിച്ച് അമ്പലമാണ്, പൊങ്കാലയാണ്, ഇങ്ങനത്തെ ഒക്കേഷനിൽ മാന്യമായിട്ട് ഡ്രസ്സ് ധരിക്കുക. ഉൾക്കാടിക്കാൻ വരുന്നത് പോലെ വരാൻ നിൽക്കാതിരിക്കുക. ഇവിടെ ഇപ്പോ ഞാനൊന്നും പറയണില്ല. ഇവന്മാര് മൊത്തം ലിച്ചിയാണ് കേട്ടോ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. കാരണം അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയി നിൽക്കുന്നത്. ചട്ടിയൊന്നും അവന്മാർക്ക് വേണ്ട, ചട്ടിയും കലമൊന്നും വേണ്ട. ഫോക്കസിങ് ഫുള്ളേ അതാണ്. പിന്നെ അവള് തന്നെ ആ മുടിയൊക്കെ എടുത്ത് പൂവൊക്കെ എടുത്ത് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ടുണ്ട്. അവർക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അവന്മാര് വേറെ പലതൊക്കെ ഷൂട്ട് ചെയ്തെടുത്തേനെ. മൊത്തം ലിച്ചി. മിക്ക അക്കൗണ്ടുകൾ നോക്കിയാലേ ലിച്ചി മാത്രമേ ഉള്ളൂ. കണ്ടാ ഇതെന്ത് പിടിയാടെ പിടിച്ച് വയ്ക്കുന്നത് ഈ ഷൂട്ട്? ഇവന്മാർക്ക് ഇത് ചട്ടിയും കലമൊന്നും ഷൂട്ട് ചെയ്യാനില്ലേ?
നമ്മൾ എന്തെടുത്തിട്ടാണ് ഈ ഷൂട്ട് ചെയ്യുന്നത്? ഇതെന്താ ഉദ്ദേശം എന്താ? സത്യം സീരിയസ്ലി കണ്ടപ്പോൾ തന്നെ എനിക്കൊരു പുച്ഛമാണ് തോന്നിയത് നമ്മുടെ അടുത്ത്. ഇവർ ചുമ്മാ അങ്ങ് എടുക്കുക. ഒരു പ്രൈവസി പോലും അവർക്കൊന്നും കൊടുക്കുന്നില്ല. അവർക്ക് പിന്നെ അനങ്ങമ്പനും കുനിയുമ്പനും എന്തെങ്കിലുമൊക്കെ ചിലപ്പം ഞാൻ എൻ്റെ കമന്റ് ബോക്സ് നോക്കട്ടെ ഇവന്മാർക്കുള്ള പൊങ്കാല ഉണ്ടോന്ന്. അന്ന ചേച്ചി മാത്രമല്ല, പൊങ്കാല ഇടുന്ന എല്ലാവരും ഇതൊക്കെ അടിച്ച് തന്നെയാ ഇടുന്നേ. സെലിബ്രിറ്റിക്ക് പിന്നെ വെളിയിലൊന്നും നടന്നില്ല, പാവങ്ങൾ നാട്ടിലോ. അത് അങ്ങനത്തെ ഒരു ഇത് താങ്ങാൻ നീ പിറകിൽ ഉണ്ടാവുമെന്ന വിശ്വാസമാണ് അന്ന ചേച്ചി റിസ്ക് എടുക്കുന്നത്. നീല ഫുണ്ട വീഡിയോ എടുക്കാതെ പോയി അടുപ്പ് കത്തിക്കടാ, നോക്കി നിൽക്കാതെ സഹായിക്കടാ. പാവം മേക്കപ്പ് ഒക്കെ ഒലിച്ചു പോകുന്നു. ഓക്കെ, മേക്കപ്പ് കാര്യങ്ങളൊക്കെ വോട്ടവർ എന്തേലും ആവട്ടെ. പക്ഷെ ഈ പൊങ്കാല ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് പോയിട്ട് ഈ പെണ്ണുങ്ങള് അല്ലെങ്കിൽ സ്ത്രീകൾ, നടിമാർ ഇവരെയൊക്കെ ഫോക്കസ് ചെയ്തിട്ട് അവരെയൊക്കെ ശരീരഭാഗങ്ങളെ ബഡ്ജ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ വീഡിയോസ് എടുത്തിടുന്നത് വളരെയധികം ചെറ്റത്തണമെന്ന് ഞാൻ പറയത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് നീയൊക്കെ അല്ലാണ്ട് എല്ലായിടത്തും പോയിട്ട് പല അപരാധങ്ങൾ കാട്ടിക്കൂട്ടാറുണ്ട്, അത് പലരും പ്രതികരിക്കാറുണ്ട്. എന്നാൽ ഇവരെ പോലെയുള്ളവരൊന്നും പ്രതികരിക്കാറില്ല. ഇവരൊക്കെ ഇത് എൻജോയ് ചെയ്യുന്നു, ഇവരൊക്കെ ഇത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ആ ഒരു മൈൻഡ് സെറ്റിൽ പോകുന്നതാണ്. പക്ഷേ ഇത് പൊങ്കാലയാണ്, ആറ്റുകാൽ പൊങ്കാലയാണ്. ഒരുപാട് വിശ്വാസികളുടെ ഒരു ആചാരമാണ്. ആ ആചാരത്തിന്റെ ഇടയിൽ പോയിട്ട് ഇമാതിരി രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്തിടുന്നത് മറ്റേടുത്ത പരിപാടിയായി പോയി പോക്കൃത്തണമെന്ന് എനിക്ക് പറയാനുള്ളത്. വളരെയധികം എനിക്ക് വളരെയധികം മോശമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്ത് അവന്മാരെ കാണിച്ചു തന്നാണ് ഞാനിരുന്ന് ആലോചിച്ചത്. ഇനി കേട്ടോ, അക്കൗണ്ട് ഫുള്ള് ലിച്ചേ ഉള്ളൂ. ലിച്ച് കുനിഞ്ഞാ മൂന്നായിരുന്ന അത് തന്നെയാണ്. അത് മാത്രമേ ഇവർക്കുള്ളൂ. ഇവർക്ക് ചട്ടിയും കലമൊന്നും വേണ്ട, അമ്പലത്തിൽ എന്ത് നടക്കണമെന്ന് അറിയണ്ട, ബാക്കി റോഡിൽ എന്ത് പ്രശ്നങ്ങളൊന്നും ഒന്നും അറിയണ്ട. ഫുള്ള് ലിച്ചിയുടെ അടുത്താണ്. ഞാൻ മൊത്തം ഇങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ സ്ക്രോളിങ്ങിൽ ലിച്ചി എടുത്തു വെച്ചിരിക്കുന്ന നോക്ക്, മൊത്തം ലിച്ചി. അവക്കാണ് അനങ്ങാനും തിരിയാനും പറ്റാത്തൊരവസ്ഥ. കുറച്ച് സൈസുള്ള ഒരാളാണ് ലിച്ചി. പക്ഷെ ലിച്ചി ഞാൻ അങ്ങോട്ട് വെള്ളം പൂശി അടിക്കുകയില്ല. കാരണം ഇവള് ഉദ്ഘാടനത്തിനൊന്നും വരുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാ കുഴപ്പമില്ല, ഇതാണ് ഇവന്മാർ ഫോക്കസ് ചെയ്ത് പിടിക്കുന്ന നോക്ക്. ഇവിടെ പൊങ്കാലയുടെ അവളും അത് ചിരിച്ച് കളിച്ചങ്ങ് ഇരിക്കുന്നുണ്ട്, അത് വേറൊരു കാര്യം. അവൾക്കത് കുഴപ്പമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് ലിച്ചി ആയാലും പൊങ്കാലയ്ക്കൊക്കെ വരുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒന്ന് കയറിയ ഡ്രസ്സെങ്കിലും ഇട്ടിട്ട് വരാൻ നോക്കണം കേട്ടോ. ഉദ്ഘാടിക്കാൻ പോകുന്നത് പോലെ വരാൻ നിൽക്കാതിരിക്കുക. ഞാൻ ഇന്നലെ 1-2 വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവന്റെ ഇത് കയറിയപ്പോഴാണ് ഫുൾ വീഡിയോസ് കാണാൻ സാധിച്ചത്. കണ്ടപ്പോൾ എനിക്ക് ഒന്ന് പറയണം തോന്നിയത്. അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് അക്കൗണ്ടുകളിൽ കിടക്കുന്നത്. എൻ്റെ കമന്റ് ബോക്സ് ഒന്ന് നോക്കാം. പൊങ്കാല വെടി വഴിപാട്. ഈ സമയത്തെങ്കിലും ഡ്രസ്സ് കുറച്ച് കെയർഫുള്ളായി ധരിച്ചൂടെ നിങ്ങൾക്കൊക്കെ? പൊങ്കാല ഇടാൻ വന്നതോ നാട്ടുകാരെ കാണിക്കാൻ വന്നതോ? ഇതും ആൾക്കാർ പറയുന്നുണ്ട്. അതായത് കുറച്ചൊക്കെ ഡ്രസ്സൊന്ന് മാന്യമായിട്ടൊക്കെ ഉടുക്കണം, ഉടുത്ത സാരിയെ നേരെ ചൊവ്വൊന്ന് ഉടുക്കണം, ഇത് നാട്ടുകാർ പറയുന്നുണ്ട്. നീലക്കുയിൽ ഇന്ന് കുറെ നേട് മയില് പൊങ്കാല എൻ്റെ വക 2. നിന്റെ അച്ഛനായിരുന്നെങ്കിൽ ആയിരിക്കും ചോദിച്ചേ. നീലക്കുയിൽ മികച്ച തന്നെ പൊങ്കാല ഇടാൻ എല്ലാം പൊക്കി വെച്ചിട്ടുണ്ട്. കഷ്ടം, വീഡിയോ എടുക്കുന്നതും ഡ്രസ്സ് ഇട്ട് വന്നവള്. രണ്ടും കണക്കിന് അല്ലേ? ഇപ്പൊ രണ്ടും കണക്കിനൊന്ന് ലിച്ചി എന്തോന്നേ കാണുമ്പം തന്നെ എന്തോ പോലെ തോന്നുന്നു. കുറച്ചൊക്കെ മാന്യമായിട്ടൊക്കെ ഡ്രസ്സ് ധരിക്കാനൊക്കെ ഒന്ന് പഠിക്കുക. 10 ആള് കാണുന്ന സ്ഥലത്ത് വന്ന് കയറിയതല്ലേ, അതും 10 ആള് കാണുന്നതല്ല, സോറി മാറിപ്പോയി, ഒരു ആചാരം, അമ്പലം, അവിടെയൊക്കെ വരുമ്പോ കുറച്ചൊക്കെ ഒന്ന് മാന്യമായിട്ട് ധരിക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഫുണ്ടകൾ എടുക്കുന്ന രീതി വേറെയാണ്. നിവേദിയുടെ അമ്മയാണെങ്കിൽ ഫുള്ള് മറിച്ചിട്ട് കൊടുക്കണം. മോളെ നീ ഒന്ന് സൂക്ഷിക്കും, അപരാധി മക്കൾ എത്തിയിട്ടുണ്ട്, അവന്മാരിപ്പോ എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത ഫോക്കസ് ചെയ്ത് നാട്ടുകാരെ കാണിക്കും, നീ ഒന്ന് തോർത്തെങ്കിൽ തോർത്തെടുത്ത് തലയിൽ കൂടി ഇട്ടോ. കുനിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തീർന്നു. പെമ്പിള്ളേർക്ക് കുനിയാൻ പറ്റൂല. കുനിഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവിടെ ഇട്ട് പിടിക്കും. അതാണ് പരിപാടി. ഇതിന്റെ കമന്റ് ബോക്സ് നോക്കാം കേട്ടോ. അതാ വീഡിയോയുടെ പ്ലേ ആവട്ടല്ലേ, വീഡിയോ പ്ലേ കമന്റ് ബോക്സ് നോക്കാം. കമന്റ് ബോക്സിൽ എന്നാ ഗീരവത്താണ് ഉണ്ടാക്കിയത്. ഇത്രയും ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചിയെ ഒരു പട്ടുപാവാട ഷോർട്ട് ഇട്ട് ധാവണി ആക്കിയിരുന്നെങ്കിൽ. അതിനിപ്പോ എന്താ, അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇട്ടുണ്ട്. അവരിപ്പം നിവേദ്യ മാന്യമായിട്ടുള്ള സാധനമാണ് ഇട്ടിട്ട് വന്നിട്ടുള്ളത്. എന്തോ ഇതിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല. മാന്യമായിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഈ ഗുണ്ടാൾ വന്നിട്ടാണ് ആവശ്യമില്ലാത്ത രീതിയിൽ ഫോക്കസ് ചെയ്ത് പിടിക്കുന്നത്. നീലക്കുയിൽ വന്നെന്ന് അമ്മയ്ക്ക് മനസ്സിലായി ലേ അമ്മ, അത് നീലക്കുല, അതോർത്തിട്ടോ. മീഡിയ ശല്യം കൊണ്ട് അമ്മയ്ക്ക് ദേഷ്യം. ഇത്തരം ചാനലുകൾക്കെതിരെ നിയമ നടപടികൾ സ്ത്രീകൾ നീക്കുക. നിങ്ങളുടെ വീഡിയോകൾ അവർ സാമ്പത്തിക ലാഭത്തിനായി ഉപയോഗിക്കുന്നത്. നിങ്ങൾ നിയമപരമായ മാനനഷ്ടത്തിന് നിങ്ങൾ അനുവാദമില്ലാതെ പോസ്റ്റ് ചെയ്തെന്ന് കേസ് കൊടുക്കാം. കുറച്ച് കേസുകൾ വരുമ്പോൾ നിർത്തിക്കോളും. ശല്യം ഉണ്ടാകാതിരിക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതനുസരിച്ച് ഡ്രസ്സ് ചെയ്തെങ്കിൽ ഇപ്പാടില്ലായിരുന്നു.
ഡ്രസ്സിങ് ഇപ്പോൾ ഈ നിവേദിയുടെ ഡ്രസ്സൊന്നും എനിക്ക് മോശമായിട്ട് തോന്നുന്നില്ല. പെമ്പിള്ളാർ ഇടുന്ന ഡ്രസ്സുകൾ തന്നെയാണ്, നോർമൽ ഡ്രസ്സാണ്. നിന്നെയൊക്കെ പേടിച്ചിട്ടാണ് കൊച്ചു തോർത്തിട്ടേക്കുന്നത്, ലേശം മുളുപ്പ്. ഇതിപ്പം ഈ ഒരു ഇതിലൊന്നും ഞാൻ അവരെ കുറ്റം പറയത്തില്ല. മാന്യമായിട്ടുള്ള ഡ്രസ്സാണ് നിവേദിയൊക്കെ ഇട്ടിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഇവന്മാരെ ഫോക്കസ് ചെയ്ത് പിടിക്കുകയും ഇവന്മാര് മറ്റേ കോപ്പില പരിപാടി കാണിക്കുകയും എന്നതാണ് ഇവിടുത്തെ വാസ്തവം. ഇതാര് അതീവ സുന്ദരിയായ സ്റ്റാർ മാജിക് താരം. എടാ ഇതിപ്പോ സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതുപോലൊരു പൊങ്കാല പരിപാടികൾ വരുമ്പോൾ. യുവന്മാരെയൊക്കെ ആദ്യം അവിടെ നിന്ന് അടിച്ചിറക്കണം കേട്ടാ. സത്യം, യുവമാരെ പോലെയുള്ളവന്മാരാണോ മൊത്തം ശല്യമാക്കുന്നത്. ഒറ്റ ആൾക്കാർക്ക് നേരെ നിൽക്കാൻ പറ്റുന്നില്ല. കണ്ട അവള് പാത്രം എടുത്ത് വെച്ച് മറച്ചോണ്ടിരിക്കുകയാണ്. ആര്? നിവേദ്യ. ആ അവസ്ഥയാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. പാത്രം മറക്കേണ്ട ഒരു അവസ്ഥ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായി. എന്ത് പറയാൻ. അതീവ സന്തോഷത്തോടെ പൊങ്കാല അർപ്പിക്കാനെത്തിയ അതിന്റെ കമന്റ് നോക്കാം. അവതാരിക ഒക്കെ പണ്ട്, ഇപ്പോൾ ന്യൂസ് ചാനൽ ചീഫ് എഡിറ്റർ ആണടാ കുയിലെ, വലിയ അപ്ഡേറ്റുകാരൻ, ചമ്മിപ്പോയി, സൂപ്പർ, ബിഗ് TV പൊങ്കാല. ഒരു അടുപ്പെങ്കിലും കാണിക്കടാ. അതെ, ഒരു അടുപ്പെങ്കിലും കാണിക്കടാ. ഏതെങ്കിലും ഒരു അടുപ്പ് കാണിക്കടാ. പൊങ്കാല എന്ന് പറഞ്ഞിട്ടല്ലേ നീയൊക്കെ അവിടെ പോയി വീഡിയോ എടുക്കുന്നത്. ഏതെങ്കിലും ഒരു അടുപ്പെങ്കിലും കാണിക്കാം അറ്റ്ലീസ്റ്റ്. ആ സത്യം എനിക്ക് തന്നെ എന്തോ പോലെ തോന്നി ഇവന്മാരെ കാണിക്കുന്ന കോപ്പുള്ള പരിപാടി ഉണ്ടോ. കല്യാണം കഴിഞ്ഞ എന്റെ ആദ്യത്തെ പൊങ്കാല. ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞേ ഉള്ളൂ. അതിനുമ്പേ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ പൊങ്കാലയല്ലെന്ന്. ഇവർക്ക് കല്യാണം കഴിഞ്ഞോണ്ട് ആഴ്ചയിൽ പൊങ്കാലാക്കി. എന്തോ ഇത്. ആരെ വിടല്ലേ കേട്ടാ. സൗഭാഗ്യം എടാ സൂമിങ് കുറയ്ക്കടാ കുറച്ച്. അടുത്ത് ഇവരെ കേസിൽ ഇവർ താരി പിടിച്ചിരുന്ന സത്യം പറഞ്ഞ എന്തുവാ എന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നെ യുവമാരിട്ട് സൂം ചെയ്ത് പിടിക്കുന്നതും കൂടി കാണുമ്പം സ്പഷ്ടാവും. പൊങ്കാലയാണ്, ഒരാചാരമാണ്. ഡ്രസ്സൊക്കെ കുറച്ച് ഒന്ന് സൂക്ഷിക്കുക കേട്ടോ. ഇനിയെങ്കിലും അടുത്ത പ്രാവശ്യം വരുമ്പോഴെങ്കിലും അത്യാവശ്യമൊക്കെ ഒന്ന് സൂക്ഷിക്കുക. ഉൾക്കടിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനോ പോകുന്നതല്ല നിങ്ങൾ. അങ്ങനെ പോകുമ്പോഴേ അപരാധങ്ങളൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. എന്തായാലും കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൊള്ളാം. അമ്മയ്ക്കൊപ്പം അവതാരിക മീര അനിൽ. ഓക്കെ, പൊങ്കാലിടാൻ വന്നിരിക്കുകയാണ്. നോക്കാം എന്താ പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ആറ്റുകാല് തന്നെ എനിക്ക് തോന്നുന്നു നമ്മളെ ഓർമ്മ കാലം തൊട്ട് ആറ്റുകാൽ ദേവിയുടെ എന്താ പറയാ, നമ്മൾ പറയില്ലേ പത്മനാഭദാസൻ പോലെ ആറ്റുകാൽ ദേവിയുടെ ഒരു കാരുണ്യത്തിൽ ജീവിക്കുന്നു എന്നാണ് ഞങ്ങളുടെ ഈ ഒരു കംപ്ലീറ്റ് ഏരിയയിലുള്ളവരുടെ ഒരു വലിയ വിശ്വാസമാണ്. പിന്നെ എന്ത് സങ്കടം ഉണ്ടെങ്കിലും ദേവി അത് ഒബ്സർവ് ചെയ്യും എന്നുള്ളത് വിശ്വാസമാണ് നമുക്ക്. ഓക്കെ, ഇവിടെ ഇപ്പോ ഇവര് അതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ യുവന്മാരെ മെയിനായിട്ട് പിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ വയറ്, നെഞ്ച്, ഇതൊക്കെയാണ് യുവന്മാരുടെ മെയിൻ ഹൈലൈറ്റ് സാധനം. അത് ഇട്ടു കൊടുക്കാതിരിക്കുക. കുനിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അപ്പൊ കുണ്ടിൽ ക്യാമറ വയ്ക്കും യുവന്മാര്. കണ്ടല്ല, അവർക്ക് ചട്ടിയും പായസം ഒന്നും കാണിക്കാൻ വയ്യ. അമ്മ പിടിക്കുന്ന രീതി കണ്ട. ഒരു പെണ്ണായി കഴിഞ്ഞാൽ അവർക്ക് ഇതെല്ലാം കാണും. അതിനെ ഫോക്കസ് ചെയ്ത് പിടിച്ച് നാട്ടുകാരെ കാണിക്കുന്ന അത്ര നല്ലൊരു കാര്യമല്ല. മീഡിയക്കാരുമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. കണ്ടപ്പോ എനിക്ക് പറയണമെന്ന് തോന്നില്ലേ. കണ്ടപ്പോ കുറച്ച് ആദ്യമായിട്ട് പൊങ്കാല ചട്ടി പിടിച്ചമാര്.
അവളവിടെ പായസം കാണിക്കണമെങ്കിൽ അത് പിടിക്കാനൊന്നും അവന്മാർക്ക് പറ്റുന്നില്ല. അവന്മാർ നേരെ ഇങ്ങനെ ചുമ്മാ ഓട്ടിച്ചിട്ട് ബാക്കി പിന്നെ ഇങ്ങനെ ആളിലോട്ട് വരെയാണ്. എന്തെങ്കിലും കിട്ടിയാല് മറ്റേ പട്ടി ചില സമയത്ത് നാക്ക് നീട്ട് വായും വളർന്നിരിക്കുന്ന പോലെയാണ് ചിലവന്മാരിയിരിക്കുന്നത്. എടാ എല്ലാ മീഡിയക്കാരെയൊന്നും ഞാൻ കുറ്റം പറയത്തില്ല. പക്ഷെ നിങ്ങളൊന്ന് ഇത് മറ്റേ അടുത്ത പരിപാടി കാണിക്കാതെ ചീത്ത എന്റെ വായിൽ വരുന്നടേ. എന്തു കുറെ പേര് പറയാറുണ്ട് അതിലെ ലാംഗ്വേജ് കൺട്രോൾ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറെയൊക്കെ മാന്യമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. എടാ അത് വല്ലതും കാണിടാ പൊങ്കാല സാധനങ്ങളെ. വെയിലായോണ്ടായിരിക്കൂല, ഇവന്മാര് എങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്ന അമ്മയ്ക്കറിയാം. അതുകൊണ്ടാണ് കവർ ചെയ്തു സകലമാന പെണ്ണുങ്ങളുടെ കുണ്ടിയും അവന്മാര് കവർ ചെയ്തു. ഇതാണ് അവന്മാര് കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ അടുത്ത പ്രാവശ്യം മുതൽ എല്ലാ പെണ്ണുങ്ങളും പർദ്ദയിട്ട് വരണം പൊങ്കാലയിടാൻ. കാരണം ഉമാരെ കൊണ്ട് നിങ്ങൾക്ക് പൊങ്കാലയിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും പർദ്ദയിട്ട് അങ്ങോട്ട് വരിക. അല്ലാണ്ട് പിന്നെ എന്നാ പറയാനാ എന്നാ കോപ്പിലെ പരിപാടി കാണിക്കുന്നത്? എന്തുവാടെ ഇവന്മാർക്ക് ഇത് തന്നെയാണ് പരിപാടി. എന്തായാലും കൊള്ളാടാ കുട്ടാ നിങ്ങളുടെയൊക്കെ പൊങ്കാലയിടല്. ഏതെങ്കിലും പെണ്ണുങ്ങളെ ഇവന്മാർ എടുക്കുമ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവന്മാർ ചട്ടിയിലോട്ട് പോകുന്ന ഇല്ല. പകരം എടുക്കുന്നത് എന്താ? അവളുമാരെ നെഞ്ചും. ഞാൻ ഒന്നും പറയുന്നില്ല, പാവം. കമന്റ് ബോക്സ് നോക്കട്ടെ. കണ്ണ് നീറിയിട്ടാണ് മച്ചാനെ, നീ ഒരു വാണക്കുയില് തന്നെ. പുക കൊണ്ട് കണ്ണ് നിറഞ്ഞപ്പോ ക്യാപ്ഷൻ കണ്ടില്ലേ, നീലക്കുയിൽ ആട്ടിനെ പട്ടിയാക്കും. നീലക്കുയിൽ പരമാവധി ശ്രമിക്കുന്നുണ്ട്, കണ്ണിൽ പുക അടിച്ചിട്ടാണ്. എന്താടാ ഇത്? പാർവതി മാത്രമുള്ള ആറ്റുകാൽ പൊങ്കാല ഇട്ടത് അവരെ കണ്ണ് നിറഞ്ഞ യവന്മാർ സമ്മതിക്കില്ല. എന്തോന്നിടാ ഇത്? പുക അടിച്ചിട്ട് കണ്ണ് അത് പോട്ടെ, അത് വിട്, അതൊന്നുമല്ല, അത് കുഴപ്പമില്ല. അത് അവന്മാരുടെ ഡേറ്റിൽ എന്തെങ്കിലും ഒക്കെ കൊടുക്കട്ടെ. പക്ഷേ അവരാതെ രീതിയിൽ വീഡിയോ എടുത്തിട്ട് പാവം ഒരുമാതിരി മറ്റേടത്ത് ഇത് കാണിക്കില്ലടേ. മദാമ എത്തിയില്ല പൊങ്കാല എടുക്കാൻ. മദാമെങ്കിലും വെറുതെ വിട്രാ. ചിപ്പി ഹൈലൈറ്റ് തന്നെ. ഹോട്ട് അയ്യോ നീലക്കുയില വേണ്ട. അയ്യോ ഇതൊന്നും പൊങ്കാലയുടെ. അയ്യോ എന്ത് നല്ല മാന്യായിട്ട് വന്നിരിക്കുകയാണ്. അതാണ് കണ്ട പട നേരെ ചോ വന്നിട്ടുണ്ട്. അതാണ് അവസ്ഥ. നമ്മളെ നീല എണ്ണ എന്ത് ചെയ്തെന്ന് നോക്കാം. ആളെ മനസ്സിലായല്ലേ? അത്ര മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞുതരാം. ചിപ്പി ഹൈലൈറ്റ് ആണ്. നേരത്തെ കാണിച്ചത് ഒരു 18+ സാധനമാണ്. കുറച്ചൊക്കെ ലിച്ചി ഡ്രസ്സും ഒന്ന് ശ്രദ്ധിക്കാം. ഇതുപോലെ എന്തെങ്കിലും പൊടിപ്പും തുങ്ങൽ കിട്ടിക്കഴിഞ്ഞാൽ ആഘോഷിക്കാനായിട്ട് കുറേ എണ്ണം ഇരിപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ കുറച്ച് ഡ്രസ്സൊക്കെ മാന്യമായിട്ട് ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെ ഇട്ടോണ്ട് വരാം കേട്ടാ. ഞാൻ കുഞ്ഞിലെ മുതല് കുട്ടിക്കാലം മുതല് അമ്മയുടെ കൂടെ വന്ന് പൊങ്കാല ഇടാറുണ്ട്. അയ്യോ നിളാ നമ്പ്യാർ. നിളച്ചേച്ചിയൊക്കെ നല്ല ആണി പൊളിയായിട്ട് സ്പഷ്ടത്തിൽ വന്ന് ഇരിപ്പുണ്ട്. എന്റെ പൊന്നടാവേ എന്തുവാടേ. എന്തായാലും രണ്ട് ഇത് ഈ ലിച്ചിയുടെ കേസിൽ മാത്രമേ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാവരും മാന്യമായിട്ട് ഡ്രസ്സ് ധരിച്ചു വന്നിട്ടുണ്ട്. എങ്കിലും മറ്റേ ഒരു ആങ്കറും വലിയ ഗുണമില്ല.
ഇതൊക്കെ വന്നിട്ട് കുറെ എണ്ണമൊക്കെ അവരായത്തനം കാണിക്കാൻ വേണ്ടിയിട്ടും വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഫോക്കസ് ചെയ്ത് പിടിച്ച് എടുത്തിടാനും കാണിക്കുന്ന കുറെ മനസ്സുണ്ടല്ലോ ഇവന്മാരുടെ. കാണാതെ പോകരുത് ആരും. എന്തായാലും കൊള്ളാം മൊത്തത്തില്. ആറ്റുകാൽ പൊങ്കാല ഇടാൻ വന്നതാണ് ഇവളുമാര് ഫാഷൻ പാരഡിന് വന്നതാണോ എന്നുള്ളൊരു ചോദ്യവും ചോദിക്കാനുണ്ട്. കുറെ എണ്ണൊക്കെ അങ്ങനത്തെ രീതിയിലൊക്കെയാണ് വന്ന് നിൽക്കുന്നത്. ഇവന്മാർ മുതലാക്കുകയും ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് മീഡിയക്കാരന്മാര് കുറച്ച് മാന്യതയൊക്കെ കാണിക്കുക കേട്ടോ. നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് പല ന്യൂസുകളും പല വീഡിയോസും പല കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഒരുമാതിരി തൊട്ടിത്തനങ്ങൾ കാണിക്കരുത്. എനിക്കതേ മെയിനായിട്ട് പറയാനുള്ളൂ. ഒരു അവസരം കിട്ടിയെന്ന് വെച്ചാൽ അവിടെ കയറി തൊട്ടിത്തനം കാണിക്കാതിരിക്കുക. ഇപ്പൊ ഈ ഡ്രസ്സിങ്ങിന്റെ ഒക്കെ കേസ് ഉണ്ടല്ലേ, നിവേദിയുടെ ഒക്കെ ഡ്രസ്സാണ് അവന്മാർ മനഃപൂർവ്വം ഫോക്കസ് ചെയ്ത് പിടിക്കുക. മനഃപൂർവ്വം അങ്ങോട്ട് പിടിക്കുക. അമ്മയെടുത്ത് തോർത്തെടുത്ത് നെഞ്ചത്തൂടി ഇട്ട് കൊടുത്ത്. അതുപോലെ തന്നെ മിക്ക നടിമാരുടെയും ഒരു രീതിയിൽ അവന്മാർ അങ്ങോട്ട് പിടിക്കുക. അവര് മറ്റേ കേസും പരാതി ഒന്നും കൊണ്ട് പോകില്ല എന്നുള്ളൊരു ഉറപ്പ് അവന്മാർക്ക് ഉള്ളതുകൊണ്ടാണ് അവന്മാർ ഈ തൊട്ടിത്തനം രീതിയിൽ പിടിക്കുന്നത്. മനസ്സിലായോ? എല്ലാം കുറച്ച് ഓവറാണ് മീഡിയക്കാരന്മാരായാലും. നിങ്ങൾ പൊങ്കാല വീഡിയോ എടുക്കാൻ പോയാൽ പൊങ്കാല ഇടുന്നതൊക്കെ കാണിക്കാം. അല്ലാണ്ട് കുണ്ടി മാത്രം കാണിച്ചുകൊണ്ട് നിൽക്കുന്ന പരിപാടി അങ്ങോട്ട് നിർത്തുന്നതായിരിക്കും കുറച്ച് ബെറ്റർ കേട്ടോ. മീഡിയക്കാരന്മാരുടെ ഉള്ള സ്നേഹം കൊണ്ട് പറയുകയാണ്. എന്തിനാണ് നാട്ടുകാരുടെ വായിൽ നിങ്ങൾ തള്ളക്കി വിളി എരന്ന് വാങ്ങിച്ചു പിടിക്കുന്നത്? അതിനൊരു പരിധി വേണ്ടേ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും പൊങ്കാല ഇട്ടവരൊക്കെ ആയിട്ടുള്ള ഒരു കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.